ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ നമ്മൾ എംസാറ്റ് MTSCൻ്റെ കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് 8 മാത്തമാറ്റിക്സിൻ്റെ രണ്ടാമത്തെ സെഷനാണ് എംസാറ്റ് MTSCൻ്റെ. സോ എംസാറ്റ് MTSC എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്, മലപ്പുറം സഹോദയ നടത്തുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് എംസാറ്റ് എന്ന് പറയുന്നത്. അതേപോലെ MTSC എന്ന് പറഞ്ഞാൽ കേരള ഗണിതശാസ്ത്ര പരിഷത്ത് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷനാണ്. സോ അതിന് രണ്ടിനുമുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഓൾറെഡി 8ൻ്റെ ഒരു മാത്സിൻ്റെ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സെഷൻ കണ്ടു കഴിഞ്ഞ ശേഷം അത് പോയിട്ട് കാണുക. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോമൺ ഫാക്ടേഴ്സ് ഓഫ് 14 PQ ആൻഡ് 28 P² Q². അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം 14 PQ എന്നുള്ളത് രണ്ടിലുമുണ്ട്. അല്ലെങ്കിൽ 14 PQൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 × 7 × P × Q. ഓക്കെ, 14 PQനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാം. 2 × 7 × P × Q. 14ൻ്റെ ഫാക്ടേഴ്സ് 2 × 7 ആണ്, 2 and 7 ആണ്. സോ 28 P² Q². 28 P² Q² എന്ന് പറയുമ്പോൾ 28 എന്ന് പറഞ്ഞാൽ 2 × 14 ആണ്. അപ്പോൾ 2 × 2 × 7 ഇൻറ്റു P² എന്ന് പറഞ്ഞാൽ P × P, Q² എന്ന് പറഞ്ഞാൽ Q × Q. സോ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ 2 × 7 ഉണ്ട്, ഇവിടെ ഒരു 2 × 7 ഉണ്ട്, ഇവിടെ P × Q ഉണ്ട്, ഇവിടെ ഒരു P, ഇവിടെ ഒരു Q ഉണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് 2 × 7 × P × Q ആണുള്ളത്. കോമൺ ആയിട്ട് എന്താണുള്ളത്? 2 × 7 രണ്ടിലും കോമൺ ആണ്, അതേപോലെ P × Q രണ്ടിലും കോമൺ ആണ്. സോ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 14 PQ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് തന്നെ ജസ്റ്റ് പറയാൻ പറ്റും 14 PQ രണ്ടിലുമുണ്ട്. കാരണം 28 എന്ന് പറയുന്നത് 2 × 14 ആണ്. സോ അവിടെ ഒരു 14 ഉണ്ട്, പിന്നെ P യും Q ഉണ്ട്, P യും Q യും ഇതിലുമുണ്ട്. സോ 14 PQ ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി ഫോളോയിങ് ഫിഗർ ഓഫ് എ ഷിപ്പ് ABDH ആൻഡ് CEFG ആർ 2 പാരലോഗ്രാംസ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. ഇപ്പോൾ ഇവിടെ ABDH ആൻഡ് ABDH എന്ന് പറഞ്ഞാൽ ഈ ഒരു പാരലോഗ്രാം, CEFG എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാരലോഗ്രാം ഉണ്ട്. ഇത് രണ്ടും പാരലോഗ്രാംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന ഒരു ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എക്സ് എന്ന ആംഗിൾ ഏതാ? ഈ ഒരു ആംഗിൾ എക്സ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ആംഗിളും എക്സ് ആണ്. കാരണം രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട് തന്നെ ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്. ഓക്കെ, സോ ഇതിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെയുള്ള ആംഗിൾസ് തന്നിട്ടുണ്ട്. ദിസ് ഈസ് എത്രയാ? 130 ഡിഗ്രി ആണ്, ദിസ് ഈസ് 30 ഡിഗ്രി ആണ്. ഓക്കെ, സോ ഞാൻ ആ ഒരു പാരലോഗ്രാം ജസ്റ്റ് ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് ആ രണ്ട് പാരലോഗ്രാംസ് എന്ന് വിചാരിക്കാം. ഇതിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 130 ആണ് തന്നിട്ടുണ്ട്. ദിസ് ആംഗിൾ ഈസ് 130 ഡിഗ്രി. ഇവിടെ ഈ ഒരു ആംഗിളും തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണ്. ഓക്കെ, ഈ ഒരു എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തറിയണം? ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആംഗിളും കിട്ടണം, ഈ ഒരു ആംഗിളും കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിളാണ് ഈ ഒരു ആംഗിൾ എന്ന് പറയാം. സോ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഇന്ന പാരലോഗ്രാം ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. അഡ്ജസൻ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. സോ ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ദിസ് ഷുഡ് ബി 50 ഡിഗ്രി. ദിസ് ആംഗിൾ ഷുഡ് ബി 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ദിസ് ഷുഡ് ബി 30 ഡിഗ്രി. ഓക്കെ, ആ ഒരു ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള രണ്ട് ആംഗിൾസ് കിട്ടി. ഇവിടെയുള്ള ആംഗിൾ എത്രയാ? 30 ആണെന്ന് കിട്ടി. ദിസ് ആംഗിൾ ഈസ് 30. ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ആൻഡ് ഇവിടെയുള്ള ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് എത്രയാണെന്ന് കിട്ടി? 50 ഡിഗ്രി ആണെന്ന് കിട്ടി. സോ ഒരു ട്രയാങ്കിളിലെ ഈ ഒരു ട്രയാങ്കിൾ, ഇവിടെ താഴെയുള്ള ഈ ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി. രണ്ട് ആംഗിൾസ് നമുക്ക് അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. മൂന്ന് ആംഗിൾസും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ 30 + 50 എത്രയാ? 80. 80 + x ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 80 + x ചെയ്യുമ്പം നമുക്ക് 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ x = 180 - 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് നമുക്ക് ഈസിലി പറയാൻ പറ്റും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ പാരലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്. പാരലോഗ്രാമിൽ അഡ്ജസൻ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആംഗിൾസ് സം എടുക്കുമ്പോൾ നമുക്ക് 180 കിട്ടണം എന്ന് പറയാം. അതേപോലെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ പാരലോഗ്രാം ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണ് പാരലോഗ്രാമിൽ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി അബോവ് പൈ ചാർട്ട്, ഇഫ് ദ മന്ത്ലി സേവിങ്സ് ഓഫ് ദ ഫാമിലി ഈസ് Rs 3000, വാട്ട് ഈസ് ദി മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓൺ ക്ലോത്ത്സ്? ഇവിടെ പറഞ്ഞിട്ടുള്ള മന്ത്ലി സേവിങ്സ് 3000 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ പൈ ചാർട്ട് പരിശോധിച്ച് നോക്കാം. ഇതിൽ സേവിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഒരു ഭാഗമുണ്ട്. അതാണ് എത്രയാ? 15% ആണ് അവരുടെ സേവിങ്സ്. 15% ഓഫ് അവരുടെ ടോട്ടൽ ഇൻകം,
ആ ഒരു ഫാമിലിൻ്റെ ഇൻകത്തിൻ്റെ 15% അവർ സേവ് ചെയ്യുന്നുണ്ട്. ആ സേവിങ്സ് ആണ് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത് 3000 എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓൺ ക്ലോത്തിലുള്ള എക്സ്പെൻഡിച്ചർ എത്രയാണ്? ഇവിടെ നിങ്ങൾ നോക്കുക, ക്ലോത്ത്സിന് വേണ്ടിയിട്ട് 10% അവർ ചിലവാക്കുന്നുണ്ട്. ക്ലോത്തിന് വേണ്ടിയിട്ട് 10% ചിലവാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് 15% ആണ് 3000. ഇപ്പോൾ നിങ്ങൾ നോക്കുക, 15% ഈസ് 3000. 15% ഈസ് 3000. അങ്ങനെയാണെങ്കിൽ 15% ഓഫ് ടോട്ടൽ ഇൻകം ആണ് 3000. 10% എത്രയായിരിക്കും? ഒരു നമ്പറിൻ്റെ 15% 3000 ആണെങ്കിൽ 10% എത്രയായിരിക്കും? നമുക്കറിയാം 10 എന്ന് പറയുന്നത് എന്താ? 10 ഈക്വൽ ടു 15 ഇൻറ്റു 2/3. 15നെ 3 പാർട്ടാക്കിയാൽ 2 ഭാഗമാണ് എന്ത് 10 എന്ന് പറയുന്നത് അല്ലേ? 15നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പറയാം 15നെ 3 ഭാഗമാക്കി. അപ്പോൾ ഓരോ ഭാഗം 5 വെച്ചിട്ടുണ്ടാവും. അതിൽ 2 ഭാഗമാണ് എന്ത് 10 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ 3000നെ നമുക്ക് അതേപോലെ ചെയ്താൽ മതി. 3000നെ 3 ഭാഗമാക്കുക, എന്നിട്ട് 2 എടുക്കുക. ദാറ്റ് ഈസ് 3000 ഇൻറ്റു 2/3. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3യും 3യും ക്യാൻസൽ, ബാക്കി 2 ഇൻറ്റു 1000 ദാറ്റ് ഈസ് 2000. സോ 10% എന്ന് പറയുന്നത് 2000 ആയിരിക്കും, 2000 റുപ്പീസ് ആയിരിക്കും എന്ന് പറയാം. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നോർമലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ആ ഒരു ഇൻകം കണ്ടുപിടിക്കുക. അതായത് ഇപ്പം ഒരു ഇൻകത്തിൻ്റെ 15% ആണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് 3000. അതായത് എക്സ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഇൻകം എടുക്കുകയാണെങ്കിൽ, ടോട്ടൽ ഇൻകം എക്സ് ആണെങ്കിൽ ഇൻറ്റു 15/100 ഈക്വൽ ടു 3000. ഇതിൽ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു 3000. ഈ 100 15 അങ്ങോട്ട് പോകുമ്പോൾ 100 ഡിവൈഡ് ബൈ 15 എന്നാവും. 15 30 ക്യാൻസൽ 2, ദാറ്റ് ഈസ് 20,000 ആയിരിക്കും ടോട്ടൽ ഇൻകം. 20,000 ആണെങ്കിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ 10% ആണ് അവർ ക്ലോത്ത്സിന് വേണ്ടി ചിലവാക്കുന്നത്. സോ 10% എന്ന് പറയുമ്പോൾ ക്ലോത്ത്സിന് ഫോർ ക്ലോത്ത്സ് 20,000 ഇൻറ്റു 10/100. 20,000ൻ്റെ 10% ആണ് ക്ലോത്ത്സിന് ചിലവാക്കുന്നത്. സോ ക്ലോത്ത്സിന് ചിലവാക്കുന്നത് എത്രയാണ്? 100 ക്യാൻസൽ, ബാക്കി 2000. ഓക്കെ, ഇങ്ങനെയും നമുക്ക് നോർമലി ചെയ്ത ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണ്? 15% 3000 ആണെങ്കിൽ 10% എന്തായിരിക്കും? 2000 ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 എന്ന് പറയുന്നത് 15ൻ്റെ 2/3 ആണ്. ഓക്കെ, സോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സർക്കുലർ ഷേപ്പ് ഈസ് മെയ്ഡ് ഓഫ് യൂസിങ് എ ത്രെഡ് ഓഫ് ലെങ്ത് 1 മീറ്റർ. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് റേഡിയസ്? ഒരു സർക്കുലർ ഷേപ്പ് എന്ത് യൂസ് ചെയ്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഒരു നൂല് 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ആദ്യം എന്തുണ്ട്? ഒരു 1 മീറ്റർ ലെങ്ത് ഉള്ളൊരു നൂലുണ്ട്. ആ നൂലിന് നമ്മൾ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നു. ഇവിടെ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഒരു സർക്കിൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ സർക്കിൾ, യെസ്, ആ സർക്കിൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താവും? ഈ ടോട്ടൽ ഈ സർക്കിളിൽ പുറത്തുള്ള ഈ ഒരു ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്? 1 മീറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് എന്ത്? 1 മീറ്റർ. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സെൻറ്റർ O ആണ്, റേഡിയസ് R ആണെങ്കിൽ ഇതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2πr ആണ്. 2πr ആണ് ഇതിൻ്റെ സർക്കംഫറൻസ്. ഈ സർക്കംഫറൻസ് എന്താണ്? 1 മീറ്റർ. 2πr ഈസ് ഈക്വൽ ടു 1 മീറ്റർ. ഓക്കെ, 1. ഇനി ആ റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? 1 മീറ്റർ ഡിവൈഡഡ് ബൈ 2πr. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയസ് തന്നിട്ടുള്ള സെൻറ്റിമീറ്ററിലാണ്. ഓപ്ഷൻസിൽ സെൻറ്റിമീറ്റർ കാണാം. സോ 1 മീറ്ററിന് നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. സോ ഇവിടെ നമ്മൾ 100 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 2πr എന്ന് വരും. 2πr ഉണ്ടാവില്ല, 2π. ഓക്കെ, R ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 100/2π അല്ലെങ്കിൽ 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 22/7 which is equal to 100 ഇൻറ്റു 7. ഈ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ വന്നത് കൊണ്ട് തന്നെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. സോ 100 ഇൻറ്റു 7/2 ഇൻറ്റു 22, ദാറ്റ് ഈസ് 700 ഡിവൈഡഡ് ബൈ 44. അപ്പോൾ 700 ഡിവൈഡ് ബൈ 44 ചെയ്ത് നോക്കാം. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. 70ൽ 144, ദാറ്റ് ഈസ് 44. ബാക്കി എത്രയുണ്ട്? ബാക്കി 26. 26ലില്ല. അപ്പോൾ 260ൽ എത്ര 44 ഉണ്ട് നോക്കാം. 260ൽ 544 ഉണ്ട്, ദാറ്റ് ഈസ് 220 ആണ്. 220 ആണ്. ബാക്കി വരുന്നത് 40 ആണ്. ഓക്കെ, 40ൽ 44 ഇല്ല. സോ പോയിന്റ് ഇടും, ഇവിടെ ഒരു 0 കൊടുക്കും. 400ൽ 9 ടൈംസ് 44 ഉണ്ട്. സോ 15.9 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടും. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 16 സെൻറ്റിമീറ്റർ എന്ന് പറയാം. 15.9 ആൻസർ കിട്ടിയത് കൊണ്ട് തന്നെ
അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്രോക്സിമേറ്റ് റേഡിയസ് ദാറ്റ് ഈസ് ഏതാണ്? ഓപ്ഷൻ സി 16 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടുത്തെ റേഡിയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ABCD ഈസ് എ പാരലോഗ്രാം ഇഫ് 2 ഡയഗണൽസ് ആർ ഈക്വൽ മെഷർ ഓഫ് ആംഗിൾ ABC ഈസ്. അപ്പം ഒരു പാരലോഗ്രാമിൽ ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ആ ഒരു പാരലോഗ്രാം ഒരു റെക്റ്റാങ്കിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് ഒരു പാരലോഗ്രാംസിൽ ഡയഗണൽസ് ഈക്വൽ ആവണമെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ ആവണം. സോ ഇവിടെ ആംഗിൾ എത്രയായിരിക്കും? മെഷർ ഓഫ് ആംഗിൾ ABC. ഒരു റെക്റ്റാങ്കിളിൽ ഏതൊരു ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്താലും അതിൻ്റെ മെഷർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Measure of 2 adjacent angles of a parallelogram are in the ratio 3:2. The measure of greater angle of the parallelogram is. ഒരു പാരലോഗ്രാമിൽ സേ ദിസ് ഇസ് എ പാരലോഗ്രാം. ഈ ഒരു പാരലോഗ്രാമിൽ മെഷർ ഓഫ് 2 അഡ്ജസൻറ്റ് ആംഗിൾസ് 3:2 റേഷ്യോയിലാണ് തന്നിട്ടുണ്ട്. ഒരു റേഷ്യോ നമുക്ക് തന്നാൽ നമുക്കറിയാം ആ റേഷ്യോനെ നമുക്ക് എന്താക്കാം? 2 വാല്യൂസ് ആയിട്ട് എടുക്കാം. 3x-ഉം 2x-ഉം ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു ആംഗിൾസിന് നമുക്ക് എങ്ങനെ എടുക്കാം? 3x-ഉം 2x-ഉം ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അഡ്ജസൻറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഏത് ആംഗിൾസ് ആയിരിക്കും? ഈ 2 ആംഗിൾസ് നമുക്ക് എടുക്കാം. സേ ദിസ് ആംഗിൾ ഈസ് 3x, ദിസ് ആംഗിൾ ഈസ് 2x. ഇപ്പോൾ ഒരു പാരലോഗ്രാമിൽ 2 അഡ്ജസൻറ്റ് ആംഗിൾസ് 3x-ഉം 2x-ഉം ആണെന്ന് നമ്മൾ എടുത്തു. ആൻഡ് ഇതിൽ മെഷർ ഓഫ് ഗ്രേറ്റർ ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞു ഒരു പാരലോഗ്രാമിൽ ഈ 2 അഡ്ജസൻറ്റ് ആംഗിൾസ് നമ്മൾ സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. അല്ലെങ്കിൽ ഈ 2 ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെന്ന് പറയാം. സോ 3x + 2x ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ 180 ഡിഗ്രി കിട്ടണം. ദാറ്റ് ഈസ് 5x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ 5. 180/5 ചെയ്താൽ എത്ര കിട്ടും? 36 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 36 ഡിഗ്രിയാണ് എക്സിൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഗ്രേറ്റർ ആംഗിൾ ആണ്. സോ ഗ്രേറ്റർ ആംഗിൾ ഈസ് 3x. 3x-ഉം 2x-ഉം ആണ് ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ ആംഗിൾ ഏതാ? 3x ആണ്. സോ 3x കണ്ടുപിടിക്കുക. 3x ഈസ് ഈക്വൽ ടു 3 × 36 വിച്ച് ഈസ് ഈക്വൽ ടു 108 എന്നൊരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ പാരലോഗ്രാമിൻ്റെ കേസ് വരുമ്പോൾ ആകെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്താണ്? അഡ്ജസൻറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. അതേപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് 2x - 3y + 4z at x = 2, y = 0 and z = 1? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. x 2 ആയിരിക്കണം, y 0-ഉം z 1-ഉം. ഒന്നുമില്ല, എക്സും വൈയും z-ഉം ആ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2x - 3y + 4z ആണ് ആ എക്സ്പ്രഷൻ. ഇത് എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? x = 2 ആണ്. സോ 2 × 2 മൈനസ് 3 × y. 3 × y എത്രയാ? 3 × 0. 2 × 2 3 × 0 പ്ലസ് 4z ആണ്. പ്ലസ് 4 × z 1 ആണ്. സോ ഈസി ആയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 2 × 2 ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് 4 മൈനസ് 3 × 0 ഈസ് 0 പ്ലസ് 4 × 1 ഈസ് 4. സോ 4 + 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 8. 8 ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Next question, if 5 people can do a piece of work in 20 days, how many people can do the same work in 2 days? അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രൊപ്പോർഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ആൾക്കാരുടെ എണ്ണവും അവരെടുക്കുന്ന സമയവും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒരു വർക്ക് ചെയ്യാൻ ഇപ്പോൾ 5 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള 20 ദിവസം എടുക്കും. അപ്പോൾ ഇനി ആ 2 ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണ്ടി വരും? കൂടുതൽ ആളുകൾ വേണ്ടി വരും. ഓക്കെ, കുറഞ്ഞ ആളുകളെ ഉള്ളൂവെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരും എന്ത്? ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ. അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ എന്താണ്? കുറഞ്ഞ സമയം മതി ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ. ദാറ്റ് മീൻസ് ആ ഒരു ആൾക്കാരുടെ എണ്ണവും പിന്നെ അവരെടുക്കുന്ന ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന സമയവും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇവിടെ വർക്കിൻ്റെ കേസ് ആയതുകൊണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിൻ്റെ കേസിൽ നമ്മൾ ചെയ്യാം എന്താണ്? ഇപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരുടെ എണ്ണം എടുക്കാം. ഇപ്പോൾ 5 ആൾക്കാരുണ്ട്, അവരെടുക്കുന്ന ദിവസം y എടുക്കാം. ദാറ്റ് ഈസ് 20. 5 ആൾക്കാർ 20 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പീപ്പിൾ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 2 days? അപ്പം ഇവിടെ നമ്മൾ വൈയിൽ എന്താ എഴുതിയത്? 20 എന്നത് ഡേ ആണ്. സോ ആ കോളത്തിൽ തന്നെ നമ്മൾ 2 എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർ വേണ്ടി വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ആൾക്കാർ വേണമെന്നത് ആൾക്കാരുടെ എണ്ണം ഞാനിപ്പോൾ P എന്നെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ x × y ആണ് ഇവിടെ. x1 y1 = x2 y2. അതായത് 5 × 20 = p × 2 എന്നെടുക്കണം. ഓക്കെ, 5 × 20 =
പി ഇൻറ്റു 2 ആയിരിക്കും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിൻ്റെ കേസിൽ. അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലിൻ്റെ കേസ് ആണെങ്കിൽ 5/2 5 ഡിവൈഡഡ് ബൈ 20 ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇത് സോൾവ് ചെയ്താൽ ആൻസറിലേക്ക് എത്തും. പി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 20/2 which is equal to 2, 20 cancel 10, 5 into 10 that is 50. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ആ സെയിം വർക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ എത്ര ആൾക്കാർ വേണ്ടി വരും? 50 ആൾക്കാർ അവിടെ ആവശ്യമായിട്ട് വരും ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്താൽ മതി. ഇപ്പം 5 ആൾക്കാർ 20 ദിവസം ചെയ്യുന്ന വർക്ക്, 5 ആൾക്കാർ 20 ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് 5 into 20 ആയിരിക്കും. അതാണ് ടോട്ടൽ വർക്ക്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൊണ്ട് കുറച്ച് ആൾക്കാർ പി ആൾക്കാർ 2 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു 2 ആയിരിക്കും. അതും സെയിം വർക്ക് തന്നെയാണ്, അതുകൊണ്ട് ഡബ്ല്യു എന്ന് എടുക്കും. എന്നിട്ട് ഇത് രണ്ടും സെയിം വർക്ക് ആയതുകൊണ്ട് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് നോക്കുക. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ആ ഒരു വേറൊരു കോൺസെപ്റ്റിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്താലും സെയിം ആൻസറിലേക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഹൈറ്റ് ഓഫ് എ സിലിണ്ടർ ഈസ് ഹാവ്ഡ്, ഒരു സിലിണ്ടറിൻ്റെ ഹൈറ്റ് ഹാഫ് ആക്കി, ഇറ്റ്സ് വോളിയം ബിക്കംസ് ഹൗ മെനി ടൈംസ്? നമ്മൾ അറിയാം ഒരു സിലിണ്ടറിൻ്റെ കേസിൽ ഇഫ് ദിസ് ഇസ് ദ സിലിണ്ടർ, ഇതിൻ്റെ റേഡിയസ് ആറും ഹൈറ്റ് എച്ചും ആണെങ്കിൽ വി നോ ദ വോളിയം ഓഫ് ദ സിലിണ്ടർ ഈസ് എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, പൈ ആർ സ്ക്വയർ എച്ച്. ഇതിൽ നിങ്ങൾ നോക്ക്, ഇതിൽ നിങ്ങൾ ഹൈറ്റ് ഒന്ന് പകുതിയാക്കി നോക്ക്. ഹൈറ്റ് പകുതിയാക്കിയാൽ നോക്കിയാൽ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ബൈ 2 എന്ന് വരും. ഓക്കെ, പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ബൈ 2 അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ എച്ച് ഹോൾ ബൈ 2 എന്ന് വരും. ഈ പൈ ആർ സ്ക്വയർ എച്ച് എന്താ? ഓൾറെഡി വോളിയം ആണ്, അപ്പം വി ബൈ 2 എന്ന് വരും. അപ്പം നമ്മൾ ഇതിൽ ഹൈറ്റ് പകുതി ആക്കിയാൽ, ഹൈറ്റ് ഇവിടെ ഹാഫ് ആക്കി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? വോളിയം വി ബൈ 2 ആവും. അതായത് ആദ്യമുള്ളതിൻ്റെ പകുതി തന്നെ ആയിരിക്കും വോളിയം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1/2 ടൈംസ് ആയിരിക്കും വോളിയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് റോംബസ് ഈസ് 240 cm സ്ക്വയർ. ഇഫ് വൺ ഓഫ് ദ ഡയഗണൽ ഈസ് 16 cm, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി അതർ ഡയഗണൽ? അപ്പം ഒരു റോംബസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റോംബസിൻ്റെ കേസിൽ വി നോ എന്താണ് റോംബസ്? റോംബസ് എന്ന് പറഞ്ഞാൽ 4 സൈഡും ഈക്വൽ ആയിട്ടുള്ളൊരു, ഈ 4 സൈഡും ഈക്വൽ ആയിട്ടുള്ളൊരു എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലാണ് അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം തന്നെയാണ് എന്ത്? റോംബസ് എന്ന് പറയുന്നത്. സോ ഈ റോംബസിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് റോംബസ് ഈസ്, ഡയഗണൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏരിയ പറയുകയാണെങ്കിൽ, സപ്പോസ് ഇവിടെ ഓക്കെ ഇത് ഒരു ഡയഗണൽ D1ഉം രണ്ടാമത്തേത് ഡയഗണൽ D2ഉം ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ നമുക്ക് ഡയഗണൽസ് യൂസ് ചെയ്തുകൊണ്ട് ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 എന്ന് പറയാം. ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഡയഗണൽസ് ആണ് എന്ത്? ഒരു റോംബസിൻ്റെ ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏരിയ എത്രയാണ് തന്നിട്ടുള്ളത്? 240 cm സ്ക്വയർ ആണ്. 240 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഒരു ഡയഗണലിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 16 cm, ഹാഫ് ഇൻറ്റു 16 ഇൻറ്റു രണ്ടാമത്തെ ഡയഗണലിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് നമുക്ക് ഡി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡി എത്രയായിരിക്കും? ഡി ഈസ് ഈക്വൽ ടു, ഈ 2 ഇങ്ങോട്ടേക്ക് പോകും, അപ്പോൾ 2 ഇൻറ്റു 240 ഇൻറ്റു 2, 16 ഡിനോമിനേറ്ററിൽ വരും, ദാറ്റ് ഈസ് ബൈ 16 എന്ന് വരും. സോ ഇവിടെ എന്താണ്? 16 2ഉം ക്യാൻസൽ ചെയ്യാം, 8 എന്ന് എഴുതാം. 8ഉം 240ഉം ക്യാൻസൽ ചെയ്യാം, എത്രയായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ, സോ 30 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെ അതർ മറ്റേ ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ആൻഡ് വൈ ആർ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 9. ദ മാക്സിമം വാല്യൂ ഓഫ് എക്സ് ഈസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ ഒരു എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 9 എന്നുള്ള ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 വേരിയബിൾ ഉള്ള ഇക്വേഷനിൽ മാക്സിമം വാല്യൂ ഓഫ് എക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ വൈ എന്തായിരിക്കണം? വൈന് മിനിമം വാല്യൂ ആയിരിക്കണം. മാക്സിമം വാല്യൂ ഇതിൽ എക്സിന് കിട്ടണം എന്നുണ്ടെങ്കിൽ വൈന് മിനിമം വാല്യൂ ആയിരിക്കണം. സോ വൈന് നമ്മൾ മിനിമം വാല്യൂ കൊടുത്തു നോക്കാം. വൈന് 0 കൊടുക്കാൻ പറ്റുമോ? 0 കൊടുക്കാൻ പറ്റില്ല, കാരണം എക്സ് ആൻഡ് വൈ ആർ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വൈന് ഏറ്റവും മിനിമം കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ വൈ ഈസ് ഈക്വൽ ടു 1 കൊടുത്താൽ ആ ഒരു എക്സ്പ്രഷൻ എക്സ് പ്ലസ് 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 9 എന്നായിട്ട് മാറും. സോ എക്സ് ഈസ് ഈക്വൽ ടു 9 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 7. സോ എക്സിന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ആംഗിൾ ഓഫ് എ പാരലോഗ്രാം ഈസ് 60 ഡിഗ്രി. വാട്ട് ഈസ് ദി മെഷർ ഓഫ് ഇറ്റ്സ് ലാർജർ ആംഗിൾ? ഒരു പാരലോഗ്രാമിൽ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ലാർജസ്റ്റ് ആംഗിളിൻ്റെ മെഷറാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം, പിന്നെ പാരലോഗ്രാം, ഇപ്പോൾ ഒരു പാരലോഗ്രാമിൽ
ഈ ഒരു ആംഗിളാണ് 60 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും അതിലെ ലാർജസ്റ്റ് ആംഗിൾ അല്ലേ, അല്ലെങ്കിൽ ഇതായിരിക്കും ലാർജസ്റ്റ് ആംഗിൾ. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും, കാരണം ഓപ്പോസിറ്റ് ആണ്. ഇത് 60 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇഫ് ദിസ് ഇസ് 60, ദിസ് ആംഗിൾ വിൽ ബി 180 മൈനസ് 60 അല്ലേ, 180 മൈനസ് 60. കാരണം ഈ ഒരു ആംഗിളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. സോ ഇവിടെ 180 മൈനസ് 60 ആണ് ആൻസർ, അല്ലെങ്കിൽ 120 ആണ് ഈ ഒരു ആംഗിൾ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പാരലോഗ്രാം യൂസ് ചെയ്തുകൊണ്ടുള്ള. The sum of two numbers is 17 and the sum of their squares is 169. The larger number is. Okay, so ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊന്ന് നല്ല ശ്രദ്ധിക്കുക. സം ഓഫ് ടു നമ്പേഴ്സ്, ആ രണ്ട് നമ്പേഴ്സിനെയാണ് എന്തെടുക്കുകയാണ്? എക്സ് കോമ വൈ എന്നെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സം ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 17 ആണ്. ഓക്കെ, സം ഓഫ് ദെയർ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാലോ, ഇതിൻ്റെ സ്ക്വയർ ചെയ്യുക, അതായത് എക്സിനെ സ്ക്വയർ ചെയ്യുക, എക്സ് സ്ക്വയർ ആവും പ്ലസ് വൈനെ സ്ക്വയർ ചെയ്യുക, വൈ സ്ക്വയർ ആവും. അതിൻ്റെ സം എന്ന് പറയുന്നത് എന്താ? 169. അപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 17 എന്നും കിട്ടി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 169 എന്നും കിട്ടി. ഇനി നമ്മളോട് ചോദിച്ച ലാർജർ നമ്പർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അതായത് അപ്പോൾ നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ നോക്കുക, എക്സ് പ്ലസ് വൈ 17 ആണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 169 ആണ്. ഇപ്പോൾ എക്സ് പ്ലസ് വൈന് എന്തോ ചെയ്താൽ നമുക്ക് എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കിട്ടും. എന്താ ചെയ്യേണ്ടത്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എടുത്താൽ മതി. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ടേംസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സ്ക്വയർ കൊടുക്കുമ്പോൾ ഇതിനും സ്ക്വയർ കൊടുക്കണം. ദാറ്റ് ഈസ് 17 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ഈക്വൽ ടു 17 സ്ക്വയർ എന്ന് പറയുന്നത് 289 ആണ്. ഓക്കെ, 17 സ്ക്വയർ ഈസ് 289. സോ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നൊരു ടേം ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാണ്? 169. സോ ഇവിടെ 169 എന്ന് കൊടുക്കും. ഇതിന് പകരം എക്സ് സ്ക്വയർ വൈ സ്ക്വയറിന് പകരം 169 പ്ലസ് 2xy ഈക്വൽ ടു 289. ഓർ ഐ ക്യാൻ സേ 2xy ഈക്വൽ ടു 289 മൈനസ് 169 ഈസ് ഈക്വൽ ടു 289 എന്ന് 169 പോയാൽ എന്താണ് കിട്ടുക? 289 മൈനസ് 169 ഈസ് എത്രയാണ്? 120. ഓക്കെ, ഇവിടെ 120 ആണ്. സോ 120/2 ദാറ്റ് ഈസ് എത്രയാണ്? 60 എന്ന് കിട്ടും. 60 120/2 എന്ന് പറയുമ്പോൾ 60 ആണ് ഇവിടെ നമുക്ക് എക്സ് വൈൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇനി ലാർജർ നമ്പർ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതിലെ ഈ എക്സും വൈയും കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ എക്സ് മൈനസ് വൈയും കൂടെ കിട്ടണം. ഓക്കെ, എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടി, എക്സ് മൈനസ് വൈയും കൂടെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, എക്സ് മൈനസ് വൈൻ്റെ വാല്യൂവും കൂടെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കിട്ടും. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം, വൈയും കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എടുക്കുക. എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4xy എന്നുള്ള ഒരു ഫോർമുല നമുക്കറിയാം. ആ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് പ്ലസ് വൈ നമുക്കറിയാം. എക്സ് പ്ലസ് വൈ എന്താ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 17 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 289. അപ്പോൾ 289 മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4xy എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഈക്വൽ ടു 60. അപ്പോൾ 4 ഇൻറ്റു 60 എന്ന് വരും. ഓക്കെ, സോ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് ഈ മൈനസ് ഉള്ളത് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ പോസിറ്റീവായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ 4 ഇൻറ്റു 60 ഇങ്ങോട്ടേക്കും കൊണ്ടുവരണം. സോ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 289 മൈനസ് 4 ഇൻറ്റു 60 എത്ര? 240. സോ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടി? 49 ആണെന്ന് കിട്ടി. അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് നമുക്ക് പറയാം? എക്സ് മൈനസ് വൈ 7 ആണെന്ന് പറയാം. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ 49 ആണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 7 ആയിരിക്കും. സോ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? എക്സ് മൈനസ് വൈൻ്റെ വാല്യൂ 7 ആണെന്ന് കിട്ടി. ഓക്കെ, എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 17 ആണ്. സോ ഇനി ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2x is equal to 17 plus 7 24. x is equal to 24/2 that is 12. x is equal to 12 എന്ന് കിട്ടും. y is equal to x plus y 17 ആണ്. അങ്ങനെയാണെങ്കിൽ 12 plus y ആണ് 17. അപ്പോൾ y is equal to 5 ആയിരിക്കും. ഓക്കെ, x 12ഉം y 5ഉം ആയിരിക്കും. ഗ്രേറ്റർ നമ്പർ ഏതാ? 12 ആണ് ഗ്രേറ്റർ നമ്പർ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇതേ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണ്, ഈ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എക്സ് പ്ലസ് വൈ
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും തന്നിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആദ്യം കാണാം, പിന്നെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4xy യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 82 ക്യൂബ് മൈനസ് 82 സ്ക്വയർ ഈസ് ഈക്വൽ ടു 82 ഇൻറ്റു n. സോ ഇവിടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 82 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 82 ക്യൂബ് എന്ന് പറഞ്ഞാൽ 82 സ്ക്വയർ ഇൻറ്റു 82 ആണ്. 82 സ്ക്വയർ ഇൻറ്റു 82 ആണ്. ഓക്കെ, സോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ടോട്ടൽ 82 ക്യൂബ് മൈനസ് 82 സ്ക്വയർ ഈക്വൽ ടു 82 n എന്നുണ്ട്. സോ ഞാൻ അതിൻ്റെ LHS മാത്രം എടുക്കുകയാണ്. 82 ക്യൂബ് മൈനസ് 82 സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 82 ക്യൂബ് എന്ന് പറയുന്നതിന് 82 സ്ക്വയർ ഇൻറ്റു 82. സോ 82 സ്ക്വയർ ഇൻറ്റു 82 മൈനസ് 82 സ്ക്വയർ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഫസ്റ്റ് ടേമിലും എന്തുണ്ട്? 82 സ്ക്വയർ ഉണ്ട്, സെക്കൻഡ് ടേമിലും 82 സ്ക്വയർ ഉണ്ട്. രണ്ടും ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ റൂട്ട് ഓഫ് 82 സ്ക്വയർ ഇൻറ്റു 82 മൈനസ് 1 എന്ന് വരും. ഓക്കെ, ഇവിടുന്ന് 82 സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ ബാക്കി 82 ഉണ്ട്. ഈ മൈനസ് 82 സ്ക്വയറിന് 82 സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കി അവിടെ ഒരു 1 ഉണ്ടാവും. 1 ഇൻറ്റു 82 സ്ക്വയർ ആണ്, സോ ഒരു 1 ഉണ്ടാവും. സോ ദിസ് ഈസ് റൂട്ട് ഓഫ് 82 സ്ക്വയർ ഇൻറ്റു 81 എന്ന് വരും. റൂട്ട് ഓഫ് 82 സ്ക്വയർ ഇൻറ്റു 81 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 82 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 81 ആണ്. റൂട്ട് ഓഫ് 82 സ്ക്വയർ എത്രയാണ്? 82ൻ്റെ സ്ക്വയറിന് റൂട്ട് ചെയ്യുമ്പോൾ 82 തന്നെ കിട്ടും. ഇൻറ്റു റൂട്ട് ഓഫ് 81 എത്രയാണ്? 9. റൂട്ട് ഓഫ് 81 എന്ന് പറയുന്നത് 9 ആണ്. സോ ഇവിടെ ഫൈനൽ ആൻസർ 82 ഇൻറ്റു n ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 82 ഇൻറ്റു n. അപ്പോൾ ചെക്ക് ചെയ്യുക, n എത്രയാണെന്ന് കിട്ടും? n ഈസ് ഈക്വൽ ടു 9. n ഈസ് ഈക്വൽ ടു 9 എന്ന് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 2 റൈസ് ടു 8 ഈസ് ഈക്വൽ ടു 4 റൈസ് ടു n, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n? 2 റൈസ് ടു 8 4 റൈസ് ടു എന്നിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2 റൈസ് ടു 8 ഈസ് ഈക്വൽ ടു 4 റൈസ് ടു n. അങ്ങനെ പറഞ്ഞാൽ നമുക്കിപ്പം ഒന്നെങ്കിൽ 2നെ ഇവിടെ ബേസ് നോക്കാം. ഇവിടെ ബേസ് 2 ആണ്. ഓക്കെ, ഇത് ബേസും എക്സ്പോണൻറ്റും ആണ്. ഇതിൽ ബേസ് 2 ആണ്, ഇവിടെ ബേസ് 4 ആണ്. ഒന്നെങ്കിൽ ഈ 2നെ 4 ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഈ 4 എന്നുള്ള ബേസ് 2 ആക്കി മാറ്റാം. ഞാൻ 4നെ 2 ആക്കി മാറ്റാണ്. സോ 4നെ നമ്മൾ എങ്ങനെ ബേസ് 2 ആക്കും? 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. അപ്പോൾ 2 സ്ക്വയർ ഹോൾ റൈസ് ടു n എന്ന് പറയാം. സോ 2 റൈസ് ടു n ഈസ് ഈക്വൽ 2 സ്ക്വയർ ഹോൾ റൈസ് ടു n. 2 സ്ക്വയർ ഹോൾ റൈസ് ടു n എന്താ? a റൈസ് ടു m ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ a റൈസ് ടു m ഇൻറ്റു n ആണ്. ഓക്കെ, a റൈസ് ടു m ഇൻറ്റു n ആണ്. സോ 2 റൈസ് ടു 2 ഇൻറ്റു n, ദാറ്റ് ഈസ് 2 റൈസ് ടു 2n എന്ന് വരും. അപ്പോൾ 2 റൈസ് ടു 8 ഈസ് ഈക്വൽ ടു 2 റൈസ് ടു 2n എന്ന് കിട്ടും. 2 റൈസ് ടു 8 ഈസ് ഈക്വൽ ടു 2 റൈസ് ടു 2n. ബേസ് രണ്ട് സ്ഥലത്തും സെയിം ആണ്, അതുകൊണ്ട് തന്നെ എക്സ്പോണൻസ് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് പറയാം 8 ഈസ് ഈക്വൽ ടു 2n or n ഈസ് ഈക്വൽ ടു 8/2 വിച്ച് ഈസ് ഈക്വൽ ടു 4. n ഈസ് ഈക്വൽ ടു 4 എന്നൊരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ. ഓക്കെ, വേണമെങ്കിൽ 2 റൈസ് ടു 8നെ ബേസ് 4 ആക്കിയിട്ട് മാറ്റാം. എങ്ങനെ? 2 റൈസ് ടു 8നെ എങ്ങനെ പറയാം? 2 റൈസ് ടു 8 ഈസ് ഈക്വൽ ടു 2 റൈസ് ടു 2 ഇൻറ്റു 4 ആണ്. 8 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 4 ആണ്. അപ്പോൾ 2 റൈസ് ടു 2 ഇൻറ്റു 4. 2 റൈസ് ടു 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഹോൾ റൈസ് ടു 4 ആണ്. 2 സ്ക്വയർ ഹോൾ റൈസ് ടു 4 ആണ്. സോ 4 റൈസ് ടു 4 ആണ് എന്ത്? 2 റൈസ് ടു 8 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. 4 റൈസ് ടു 4 എന്ന് പറയുമ്പോൾ 4 റൈസ് ടു 4 ഈസ് ഈക്വൽ ടു 4 റൈസ് ടു n. അപ്പോൾ n ഈസ് ഈക്വൽ ടു 4 എന്ന് അവിടെ നിന്ന് ഈസി ആയിട്ട് കിട്ടും. രണ്ട് രീതിക്കും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് 2. എക്സ് വൈ എന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട്, രണ്ട് റെസിപ്രോക്കൽസ്. അതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്രോക്കൽസിൻ്റെ സമ്മ് 2 ആണ്. എക്സിൻ്റെ വാല്യൂ 7/3 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/x ആയിരിക്കും. വൈൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/y ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിടുക. എക്സ് ആണെങ്കിൽ 1/x, 2ൻ്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ 1/2, 3 ആണ് 1/3 അങ്ങനെ. സോ ഇതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1/x പ്ലസ് 1/y ഈസ് ഈക്വൽ ടു 2. ഇനി ഇതിൽ എന്ത് തന്നിട്ടുണ്ട്? എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു 7/3. ഇങ്ങനെയാണെങ്കിൽ 1/x എന്താ? 1/x ഈസ് ഈക്വൽ ടു 7/3നെ നേരെ തിരിച്ചിടുക 3/7. ഓക്കെ, 1/x എന്ന് പറഞ്ഞാൽ 3/7 ആയിരിക്കും. സോ ഇവിടെ 1/xന് പകരം ഇതിൽ ഞാൻ എന്ത് കൊടുക്കുക? 3/7 കൊടുക്കുകയാണ്. സോ 3/7 പ്ലസ് 1/y ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇനി ഇതിനൊന്ന് സോൾവ് ചെയ്താൽ മതി. 1/y ഈസ് ഈക്വൽ ടു ഈ 3/7 പ്ലസ് 3/7 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 2 മൈനസ് 3/7, 2 മൈനസ് 3/7 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 7, 2 ഇൻറ്റു 7 മൈനസ് 3/7. സോ 14 മൈനസ് 3/7
which is equal to 14 minus 3 is 11/7. അപ്പോൾ 1/y is equal to 11/7 എന്ന് കിട്ടി. വൈൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ വൈ എന്തായിരിക്കും? 1/y 11/7 ആണെങ്കിൽ y is equal to 7/11 ആയിരിക്കും. 7/11 ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, hope it's clear. Next question, if 12p minus 9q is equal to 4, the value of 4p minus 3q. Easy question ആണ്. 12p minus 9q തന്നിട്ടുണ്ട്. ഓക്കെ, 12p minus 9q is equal to 4. ഇങ്ങനെയാണെങ്കിൽ 4p minus 3q ആണ് കാണേണ്ടത്. 4p minus 3q ആണ് കാണേണ്ടത്. ഒന്നുമില്ല, ഈ രണ്ട് സൈഡും നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. രണ്ട് സൈഡിലും 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഈ ഒരു സൈഡ് എന്തായിട്ട് മാറും? 12p എന്നുള്ളത് 4p ആയിട്ട് മാറും. ഓക്കെ, 4p മൈനസ് 9q എന്നുള്ളത് 9/3 എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് മാറും, 3q ആയിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു 4/3 എന്ന് കിട്ടും. ഓക്കെ, ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 12p/3 ചെയ്യുമ്പോൾ 4p എന്ന് കിട്ടും, 9p/3 ചെയ്യുമ്പോൾ 3q എന്ന് കിട്ടും, 9q/3 ചെയ്യുമ്പോൾ 3q എന്ന് കിട്ടും. അപ്പോൾ 4p മൈനസ് 3q നമുക്ക് കിട്ടി എത്രയാ? 4/3. ഓപ്ഷൻ 4/3 ഓപ്ഷൻ ഈസ് D. Correct option is D. Okay, so if a is to b is equal to 2:1, what is the value of a plus b is to a by b? So ഇവിടെ എന്താ? a is to b is equal to 2:1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? a by b is equal to 2/1 ആണ്. a by b is equal to 2/1. a by b is equal to 2/1 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് a plus b is to a minus b ആണ്. a plus b is to a minus b ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ a by b is equal to 2/1 ആണെങ്കിൽ a plus b by a minus b ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. a plus b ഇതെന്ന് പറഞ്ഞാൽ a plus b by a minus b ആണ് റേഷ്യോ. ഓക്കെ, സോ ഇത് എന്തായിരിക്കും? a by b is equal to 2/1 ആണെങ്കിൽ a plus b by a minus b എന്ന് പറയുന്നത് 2 plus 1 by 2 minus 1 ആയിരിക്കും. ഓക്കെ, 2 plus 1 by 2 minus 1 ആയിരിക്കും. 3 divided by 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിജിറ്റ് അറ്റ് യൂണിറ്റ് പ്ലേസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് 999 ഹോൾ റേസ് ടു 1000? സോ ഇവിടെ 999 ഹോൾ റേസ് ടു 1000 ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കിട്ടുന്ന ആൻസറിൽ യൂണിറ്റ് പ്ലേസിൽ, അതായത് ആ ആൻസറിൻ്റെ അവസാനത്തെ അക്കം യൂണിറ്റ് ഡിജിറ്റിൽ ഏതൊരു നമ്പർ ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വെറുതെ 9 എന്ന് എടുത്താൽ 9:1 ആണ്. അപ്പോൾ 9:1ൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്താ ഉള്ളത്? 9 തന്നെയാണ്. ഈ 9² എടുത്ത് നോക്കാം. 9² എന്ന് പറയുമ്പോൾ 81 ആണ്. 81ൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്താ ഉള്ളത്? 1 ആണുള്ളത്. ഇനി 9³ ചെയ്ത് നോക്കാം. 9³ ചെയ്യുമ്പോൾ 729 എന്ന് കിട്ടും. അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്താ ഉള്ളത്? 9 ആണുള്ളത്. 9⁴ ചെയ്താൽ 6561 എന്ന് കിട്ടും. അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്താ ഉള്ളത്? 1 ആണുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു പാറ്റേൺ ആണ്. 9:1 എന്ന് പറഞ്ഞാൽ 9ൻ്റെ പവറിൽ ഈവൻ ഓഡ് നമ്പർ ആണെങ്കിൽ 9 ആയിരിക്കും യൂണിറ്റ് പ്ലേസിൽ. 9ൻ്റെ പവറിൽ ഈവൻ നമ്പർ ആണെങ്കിൽ 1 ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ. നോക്കുക, ഓഡ് നമ്പർ ആകുമ്പോൾ 9 ആണ് ഇവിടെ വരുന്നത്, ഈവൻ നമ്പർ ആകുമ്പോൾ എന്ത് വരുന്നുണ്ട്? 1 ആണ് യൂണിറ്റ് പ്ലേസിൽ വരിക. അങ്ങനെയാണെങ്കിൽ 999 നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു പവറിൽ എന്താണുള്ളത്? 1000 ആണ്, ഒരു ഈവൻ നമ്പർ ആണ്. സോ അതിന് വലിയൊരു നമ്പർ കിട്ടും. അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ 1 ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 9 ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പാൻഷനിൽ യൂണിറ്റ് പ്ലേസിൽ 1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, സോ അത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ MSAT MTSC പ്രിപ്പറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മളുടെ കൂടെ തന്നെ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എക്സാംസ് പ്രിപ്പറേഷനൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.